പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏത് സമയത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലവും നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് ഓർക്കണമേ. നമ്മളിവിടെ വായിക്കുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു പ്രവാചകൻ ചെന്ന് പറയാ, നീ മരിക്കും, പെട്ടെന്ന് ഒരാൾ വന്ന് മരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥ. പക്ഷെ അപ്പോൾ ഹിസ്കിയാവ് ഒരിക്കലും തറയിൽ വീണ് കിടന്ന് ഉരുണ്ടതായിട്ടോ ഒന്നും അവിടെ നാം കാണുന്നില്ല. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, വെറുതെ പ്രാർത്ഥിച്ചു എന്നല്ല. ഹിസ്കിയാവിനെ കുറിച്ച് ഓർക്കാൻ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വിശ്വസ്തത, ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ചു. നിഷ്കളങ്കമായ ദൈവമുമ്പാകെ നടന്നൊരു മനുഷ്യൻ. അത് മാത്രമല്ല, താൻ ചെയ്തെല്ലാം കർത്താവിന് പ്രസാദമായതാ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞത്. ഹിസ്കിയാവ് കരഞ്ഞതിൻ്റെ പുറകിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ അകത്തിരുന്ന് ഹന്ന കരഞ്ഞതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കരച്ചിലിന് ഒരു ലക്ഷ്യമുണ്ടാകണം. നമ്മുടെ കർത്താവിന് ഓർക്കാൻ വല്ലതുമുണ്ടോ? നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എങ്ങനെയുള്ളതാ? ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി 4-ാം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാകും. നടുമുറ്റം വിടുന്നതിന് മുമ്പേ ദൈവം ആ വ്യക്തിക്ക് വിടുതൽ കൊടുത്തു. ആരുടെ വിടുതലാ കർത്താവ് ക്ഷണത്തിൽ ചെയ്തത്? മരണത്തിനായി, മരണത്തെ മുൻപിൽ കണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വിടുതല് ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിൽ വന്ന പ്രശ്നം പരിഹരിച്ചില്ലെന്നല്ല, നിരാശ കൂടിയെന്നല്ല, കൂടുതൽ സങ്കടത്തിലേക്ക് പോയെന്നല്ല പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു 30-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറഞ്ഞു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ചില സ്വപ്നങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് അതതുപോലെ സംഭവിക്കും. ചില അനുഗ്രഹത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മെ കാണിക്കുമ്പോൾ അതതുപോലെ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ചിലതിന് നീക്കുപോക്ക് തരുന്ന കർത്താവ് ജീവിതത്തിൽ ചിലത് മാറ്റിയും തരുന്ന ദൈവമാ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, കർത്താവ് ഇടപെടുമെന്നേ, ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടുമെന്നേ, ദൈവം നിന്റെ വിഷയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്നേ. തമ്പുരാൻ ഇടപെടുന്ന സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തമ്പുരാൻ ഇടപെടുന്ന പ്രശ്നം, ഒരു വലിയ പ്രശ്നത്തെ ആരാലും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തെ, ആർക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരിടത്ത് തമ്പുരാൻ്റെ ഒരൊറ്റ ഇടപെടൽ ഒരൊറ്റ നിമിഷം കൊണ്ട് സാധിച്ചു തരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് തരുന്ന ഏറ്റവും നല്ലതായിരിക്കും. ജീവിതത്തിൽ എന്ത് തന്നെ ആയാലും ലോകം പറയും അസ്തമിച്ചു പോയെന്നും തീർന്നു പോയെന്നും വൈദ്യശാസ്ത്രം പറയും മരിച്ചു പോകുമെന്നും ഇനി രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറയുന്നാൽ കർത്താവ് ഒരു പുതിയ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തും. നമ്മുടെ ഓരോ ചുവടും എടുത്ത് വെക്കുന്നത് പുതിയൊരു അനുഭവത്തിലേക്കായിരിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒത്തിരി ഉള്ളതാണ് സന്തോഷം തരുന്നതെന്ന് നമ്മുടെ പലപ്പോഴും കരുതും. എന്നാൽ ഇതൊന്നും നമുക്ക് സന്തോഷം നൽകുവാൻ പറ്റുകയില്ല. ലോക ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയതെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് തരും. കർത്താവ് അറിയുന്ന നാളുകളിലൂടെ കാണിച്ചു തരുന്ന ചില സ്വപ്നങ്ങൾ അത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ലോകം മറക്കും, എന്നാൽ ദൈവം ഒരിക്കലും മറന്നു കളയത്തില്ല. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അലറിക്കരയുന്നവരായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറന്നുപോയാലും കർത്താവ് ഒരിക്കലും മറക്കുന്നവനല്ല. കർത്താവ് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കർത്താവ് ഹിസ്കിയാവിൻ്റെ വിശ്വസ്ത കണ്ടു. കർത്താവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായി നടന്നത് കർത്താവ് കണ്ടു. സങ്കടത്തെ മാറ്റി ദൈവം ആനന്ദിലേക്കാക്കി. ചില വിഷയങ്ങൾ നമ്മളെ വല്ലാതെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ
ഇതിന് നീക്കുപോക്കില്ലെന്നൊക്കെ നമുക്ക് തോന്നും. ചില മനുഷ്യരും അങ്ങനെ തന്നെയാണ്, നമ്മളെ വല്ലാതെ വേദനിച്ചുകൊണ്ടിരിപ്പോൾ. ചിലപ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത തകർച്ചയായിരിക്കാം. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥന പോരാ ഇന്ന് നമുക്ക് ജീവിക്കാൻ. ഇന്നലെ പ്രാർത്ഥിച്ചത് പോരാ ഇന്ന് ജീവിക്കാൻ. 2025 പ്രാർത്ഥിച്ചത് പോരാ 2026 നമുക്ക് ജീവിക്കാൻ. വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയുടെ മുൻപിൽ ചില തടസ്സങ്ങൾ മാറിപ്പോകും, ചില മരണങ്ങൾ മാറിപ്പോകും. ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം പലതിനെയും വീഴ്ത്താൻ കഴിവുള്ളതായിരുന്നുവെങ്കിൽ ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവത്തിനും ഒരു പുതിയ അഭിഷേകത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ അറിയപ്പെടാത്ത നന്മകളും അറിയപ്പെടാത്ത വിടുതലും തന്ന് കർത്താവ് നമ്മളെ മാനിക്കാൻ ശക്തനാ. ആ ഒരു പുതിയ അനുഭവത്തിനായും ആ ഒരു പുതിയ അഭിഷേകത്തിനുമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ മറുപടിയായി കർത്താവ് തരുന്നത് ശ്രേഷ്ഠമേറിയതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.